ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട 25 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും MCQ മന്ത്രിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഏത് രോഗത്തിൻ്റെ നിർമ്മാർജ്ജനാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേരളം? ഏത് രോഗത്തിൻ്റെ നിർമ്മാർജ്ജനാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേരളം? ഉത്തരം ക്ഷയം. രണ്ടാമത്തെ ചോദ്യം, HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. മൂന്നാമത്തെ ചോദ്യം, സുകൃതം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുകൃതം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ. നാലാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനു വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനു വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അഞ്ചാമത്തെ ചോദ്യമാണ്, ഹീമോഫീലിയ രോഗികൾക്കായി നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഹീമോഫീലിയ രോഗികൾക്കായി നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശാധാര. ആറാമത്തെ ചോദ്യം, സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതി ഏതാണ്? സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. ഏഴാമത്തെ ചോദ്യം, എയ്ഡ്സ് ബോധവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. എട്ടാമത്തെ ചോദ്യം, ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ഏതാണ്? ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് ജനസൗഹൃദ സർക്കാർ ആശുപത്രികളെ സജ്ജമാക്കുന്ന പദ്ധതി ഏതാണ്? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സ ഏതാണ്? ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സയാണ് ശ്രുതി തരംഗം. ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിലുള്ളവർക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സമാശ്വാസം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അർബുദ പരിശോധനാ സംവിധാനം ക്യാൻസർ സുരക്ഷിത കേരളം. ക്യാൻസർ സുരക്ഷിത കേരളമാണ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അർബുദ പരിശോധനാ സംവിധാനം. 14ാമത്തെ ചോദ്യമാണ്, കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കുന്ന സംസ്ഥാന സാമൂഹികനീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കുന്ന സംസ്ഥാന സാമൂഹികനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം. 15ാമത്തെ ചോദ്യം, കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്ന ബോധവൽക്കരണ പരിപാടി എന്തിനെതിരെയുള്ളതാണ്? കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്ന ബോധവൽക്കരണ പരിപാടി എന്തിനെതിരെയുള്ളതാണ്? ലഹരി ഉപയോഗത്തിന് എതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം എന്ന കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതി തുടങ്ങിയത് 2012ലാണ്. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 17ാമത്തെ ചോദ്യം, നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പരിപാടി ഏത്? നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പരിപാടിയാണ് ഉഷസ്.
18ാമത്തെ ചോദ്യം, കുട്ടികളുടെ സാമൂഹിക മാനസിക ആരോഗ്യം, പൊതുവിജ്ഞാനം, കലാസാഹിത്യ വാസനകൾ, വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് രൂപം കൊടുത്ത പദ്ധതിയാണ് ചിറകുകൾ. 19ാമത്തെ ചോദ്യമാണ്, കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ആശ്വാസകിരണം. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ. 21ാമത്തെ ചോദ്യം, കാഴ്ച പരിമിതർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രം ഏതാണ്? കാഴ്ച പരിമിതർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി. തിരുവനന്തപുരം ജില്ലയിലാണെന്ന കാര്യം മനസ്സിലാക്കുക. 22ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിൽ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിച്ച ജില്ല ഏത്? കേരളത്തിൽ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് മലപ്പുറം. 23ാമത്തെ ചോദ്യം, അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ജാഗ്രത. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി. 25ാമത്തെ ചോദ്യം, സ്വാന്തന പരിചരണം നൽകുന്നത് ആർക്കാണ്? ഉത്തരം കിടപ്പ് രോഗികൾക്ക്.